കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഓഫീസ് കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ വിശാഖപട്ടണത്തെ ജഗന്റെ കുന്നിടിച്ച് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന 560 കോടിയുടെ വലിയ ആഡംബര ബംഗ്ലാവ് ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കം തുടങ്ങിയിരിക്കുന്നു. അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് ഇടിച്ചു കളഞ്ഞേക്കുമെന്നാണ് ആന്ധ്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രുക്ഷികൊണ്ട പാലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് താമസിക്കുവാനുള്ള ഒരു പാലസാണ്, ഒരു കൊട്ടാരമാണ്. YSR കോൺഗ്രസ് പറയുന്നത് ഇത് ജഗന്റെ സ്വത്തല്ല, പകരം സർക്കാരിൻ്റെ സ്വത്ത് തന്നെയാണ്, അവിടെ ഒരു ടൂറിസത്തിന് വേണ്ടി തങ്ങൾ പണിതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അനധികൃതമാണ്, കുന്നിടിച്ചാണ് ഇത് പണിതെന്നാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറയുന്നത്. ഏതായാലും ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ബുൾഡോസർ രാഷ്ട്രീയമാണ്. YSR കോൺഗ്രസിൻ്റെ അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിച്ചു നിൽക്കുന്ന തിരക്കിലാണ് നായിഡു. ഇപ്പോഴിതാ ജഗൻമോഹൻ റെഡ്ഡിയുടെ 560 കോടി രൂപ മൂല്യമുള്ള വലിയ ബംഗ്ലാവ് ഇടിച്ചു നിർത്തുന്നതിൻ്റെ മുന്നോടിയായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.